സമാദരണീയരായ വ്യക്തികൾ എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കാൻ വളരെ ഗൗരവകരമായ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു വീട്ടിനെ സംബന്ധിച്ച് വീട് പൊളിഞ്ഞാൽ വീണ്ടും നമുക്കൊരു വീട് നിർമ്മിക്കാം. പക്ഷേ നമ്മളുടെ ജീവജാലങ്ങളുടെ പരമാണുകൾ ജ്യോതിർഗോളങ്ങളുടെ സൃഷ്ടി ചരാചരങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന സ്വഭാവത്തിൽ പറഞ്ഞില്ല. ഭൂമിയെ ജീവജാലങ്ങൾക്ക് വേണ്ടി അള്ളാഹ് ഒരുക്കുകയും അപ്പൊ ഇത് ഭൂമിക്ക് ഒരു അവസരം കൊടുത്തു. ഭൂമി സ്വയം മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ദീർഘശ്വാസം മരിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ആധുനിക ശാസ്ത്രകാരന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന മൂലകം നമുക്കറിയാം, പദാർത്ഥ ലോകത്തിന്റെ അടിസ്ഥാന മൂലകം ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ ഓക്സിജൻ അത് തമ്മിലുള്ള സഞ്ചാരമാണ് വെള്ളം. നമ്മൾ ഹൈഡ്രജൻ ഓക്സിജൻ അതുപോലെ നൈട്രജൻ അതുപോലെ ഈ വാദങ്ങൾ, അജ്ഞാതമായ നിരവധി വാദങ്ങൾ ഖുർആനിക വീക്ഷണം പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഖുർആനും അതുപോലെ അതിന്റെ വ്യാഖ്യാതാവായ മഹാനായ പ്രഭാ ചക്രവർത്തിയും ഈ വിഷയം പറയുമ്പോൾ നമ്മൾ പൂരിത്തിരിക്കും. അദ്ദേഹം പറഞ്ഞ പിന്നെ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്ന സൂര്യൻ ചന്ദ്രൻ വളരെ കൃത്യമായിട്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞ ഉടനെയാണ് പറയുന്നത് വളരെ അത്ഭുതകരമാണ്. ശാസ്ത്രകാരന്മാർ പറയും അന്നജും സസ്യലതാദികൾ, വള്ളികൾ, വള്ളിപ്പടർപ്പുകൾ, പിന്നീട് മരങ്ങൾ എന്നാ പറയുന്നത്. ശാസ്ത്രകാരന്മാർ പറയുന്നത് പാരിസ്ഥിതിക പ്രശ്നത്തിന് വളരെ ആഘാതം സൃഷ്ടിച്ചിരിക്കുന്നത് 60% വന നിബിഡമായ നമ്മുടെ ഭൂമിയാണ്. അതിപ്പോ 30% ചുരുങ്ങിപ്പോയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുമ്പോൾ വദാൻ മീസാൻ, മീസാൻ ബാലൻസ്, സന്തുലിതാവസ്ഥ. എല്ലാ പ്രപഞ്ചത്തിൽ 15 കോടി കിലോമീറ്റർ അങ്ങനെയാണ്. ഒരു സെക്കൻഡ് അത് ഇങ്ങോട്ട് ഒരു അണുമണി തൂക്കി ഇങ്ങോട്ടും അങ്ങോട്ടും ആയ പ്രപഞ്ചത്തിൽ ജീവജാലമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലോ. അപ്പോൾ വളരെ ഗൗരവതരത്തിലാണ് ഖുർആനിക വീക്ഷണം. നേരത്തെ എൻ്റെ മാന്യ സഹോദരൻ പറഞ്ഞത് ഇവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ നാശത്തിനും കാരണം ശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിൽ മനുഷ്യരുടെ കരങ്ങളുടെ പിന്നെ നാശം കൊണ്ട് വിധിച്ചിരിക്കുന്നു. ആ കരയിലും കടലിലുമെല്ലാം അന്തരീക്ഷ മലിനീകരണം, അതുപോലെ വായു മലിനീകരണം, എല്ലാം നിർജീവാവസ്ഥയാണ്, സന്തുലിതാവസ്ഥകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. മഹാനവറുകൾ പ്രവാചക ചക്രവർത്തി ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഹദീസാണ് അദ്ദേഹത്തിന്റെ തിരുവചനം. മഹാനവറുകൾ പറഞ്ഞു 4 ജീവികളെ കൊല്ലരുത് എന്നാണ്. അത് വലിയ അത്ഭുതമാണ്. നഗത്താണെന്ന് പറഞ്ഞു, ഉറുമ്പിനെ കൊല്ലരുത്. ഉറുമ്പ് അടുത്ത കാലത്ത് ശാസ്ത്രകാരൻ പറഞ്ഞു വളരെ സൂക്ഷ്മ ജീവികളെ, വൈറസുകളെ പോലും ഒരു ശുദ്ധീകരണ പ്രക്രിയ നമ്മുടെ കൂട്ടുകാരനാണ് ഉറുമ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് തവളയാണ് പറയുന്നത്. തവള നമുക്കറിയാം വെള്ളത്തിലാണ് ജീവിക്കുന്നത്. അതുപോലെ ഈ ജലജന്യ രോഗങ്ങളാണ് ഏറ്റവും വലിയ പ്രയാസം അനുഭവങ്ങൾ. ആ ജലത്തിൽ ഉണ്ടാകുന്ന ഈ കൊതുകിനെ മുഴുവൻ, അതിന്റെ കീടകളെ മുഴുവൻ നശിപ്പിക്കാൻ അള്ളാഹു പ്രകൃതിദത്തമായി നൽകി. പ്രവാചകനോട് ഒരിക്കൽ ആ തവളയെ ഒരു മരുന്നിന് ഉപയോഗിക്കാൻ വേണ്ടി ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് കൊല്ലരുതെന്നാണ് പറഞ്ഞു. അപ്പോ തവള ഇപ്പൊ പ്ലാസ്റ്റിക് തവളകളാക്കണം, എല്ലാം നശിച്ചിരിക്കും. മണ്ണിന്റെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടു പോയി. വളരെ പ്രയാസകരമാണ്. പിന്നെ നെഹലത്താണ്, തേനീച്ച. എല്ലാ ആയുർവേദിക്കും അലോപ്പതിയും യൂനാനിയും സിദ്ധ എല്ലാ വൈദ്യശാസ്ത്രത്തിലും ആദ്യം പറയുന്ന സമ്പൂർണ്ണ പോഷക മൂല്യം, ജീവിത ഉത്തേജനം, സർവ്വകോശങ്ങൾക്ക് ഉണർന്നും ഉന്മാദവും നൽകുന്ന, മാത്രം ഒരു സെക്കൻഡ് കൊണ്ട് ദേഹത്തിൽ പിന്നെ അരിഞ്ഞു ചേരുന്ന ഒരു ഭക്ഷണമാണ് തേൻ. പുറത്ത് നെഹൽ എന്ന് പറഞ്ഞു 114 സൂറകളിലുള്ള അധ്യായം തന്നെ. അതുണ്ടാക്കുന്നത് പാരിസ്ഥിതിക പ്രശ്നം ഈ സസ്യലതാദികൾ പരാഗണം നടത്തുന്നതാണ്. അപ്പൊ അത് ഇപ്പം തന്നെ ഇപ്പൊ അടുത്ത് പറയുന്നുണ്ട്, തേനീച്ചകൾക്കും വഴിമുട്ടി പോകുന്നു. തേനീച്ചകൾ വംശനാശത്തിന്റെ വക്കിലാണ്. ആഗോള താപത്തിന്റെ പ്രശ്നം, അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി. അപ്പോൾ ഇന്നിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വനജീവനം കൊണ്ടാടുന്നു. ഓസോൺ പാളികളാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഭൂമിക്ക് കവചമാകുന്ന അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ജീവജാലങ്ങൾക്ക് മനുഷ്യർക്ക് ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ, അത് ശരീരത്തിലുണ്ടാകുന്ന ചർമ്മരോഗങ്ങളും അതുപോലെ മാരകമായ രോഗങ്ങളും ഉണ്ടാക്കുന്നു. അപ്പോൾ അതിന് പകരം യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിരിക്കുന്ന 50 മുതൽ 50 കിലോമീറ്റർ അകലെ ഒരു കവചമായ ഒരു പുഴയായിട്ട് ഒരു സുരക്ഷിത വലയം അള്ളാഹു തീർത്തിരിക്കുന്നു.
അതും നമ്മൾ യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം ഈ ആഗോള താപത്തിനും അതുപോലെ പാരിസ്ഥിതിക പ്രശ്നത്തിനും എല്ലാം പ്രയാസം ഉണ്ടാകുന്നത് നമ്മുടെ ഇന്ത്യയുടെ അതിന് പങ്കുണ്ട്. ഏറ്റവും അധികം പിന്നെ ഇതിൻ്റെ കാർബൺ ഡയോക്സൈഡ് വിസർജിക്കുന്ന രാജ്യം അമേരിക്കയാണ്. അങ്ങനെ രാഷ്ട്രങ്ങളാണ് ചൈനയും അമേരിക്കയും, അതുപോലെ ഫ്രാൻസ്, ജർമ്മനി, പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ വരുന്നു. അപ്പോൾ അവർ 200 രാഷ്ട്രങ്ങളാണ് ഒന്നിച്ച് ചേർന്ന് രൂപം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് നിയന്ത്രിക്കുവാൻ വേണ്ടി അതാണ് ഈ വിസർജ്യ പുകകളാണ് ആ അന്തരീക്ഷത്തിലുള്ളത്. അപ്പോൾ ആ നിലക്ക് അവരെ വെള്ളത്തിൻ്റെ വലിയ അത്ഭുതകരമാണ്. 30-33 സൂറകളിലാണ് ഖുർആൻ വെള്ളത്തെ പറ്റി കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത്. എത്ര അമൂല്യമാണ്, ദൈവത്തിൻ്റെ വരദാനമാണ് യഥാർത്ഥം. സർവ്വ ജീവജാലങ്ങളും ജീവന്റെ നിലനിൽപ്പിന് ആധാരമാണ് വെള്ളം. ആ വെള്ളം ശുദ്ധമായ വെള്ളം ലഭിക്കാൻ നമുക്ക് പത്രത്തിൽ കണ്ടു, ഉമ്മയും മക്കളും ഒരു കുടുംബത്തിലൊന്നായിട്ട് മാങ്ങ ജ്യൂസ് കഴിച്ചിട്ട് ആസ്പത്രിയിൽ. അതുകൊണ്ട് ജൈവ വൈദ്യം നമുക്ക് മാത്രമല്ല, മാരകമായ വിഷങ്ങളാണ് നമ്മുടെ ഒരു ഭക്ഷ്യവസ്തുക്കൾക്കും പിന്നെ അതിൻ്റെതായ പ്രകൃതിദത്തമായിരില്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു മീസാൻ എന്ന ബാലൻസ്, അതിൻ്റെ ബേസ്, അതിൻ്റെ സന്തുലിതാവസ്ഥ നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് അതിൻ്റെ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ തന്നെ ഭാഷാ നിഘണ്ടുവിൽ എഴുതിയിരിക്കുന്നത് ശുദ്ധാവസ്ഥ. അതിന് പുറമെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് നോക്കിയപ്പോൾ മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്ന ചുറ്റുപാടുകളാണ്. എന്നിട്ട് അതിന് ബ്രാക്കറ്റിലെത്തി പുരുഷരാധികൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതൊക്കെ നമ്മൾ ആഘോഷിക്കുന്നതാണ്. നമ്മുടെ ബോധവൽക്കരണം, അതിശക്തമായ ബോധവൽക്കരണത്തിന് അവബോധം സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, ഏപ്രിൽ 22 ഭൗമദിനം, ഭൂമിയായിട്ട് ബന്ധപ്പെട്ടു. ജൂൺ 5 പരിസ്ഥിതി ദിനം, സെപ്റ്റംബർ 16 ഓസോൺ ദിനം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ നിരവധി. എന്നിട്ടും നമ്മൾ ഈ എത്രയെല്ലാം ബോധവൽക്കരണം നടത്തിയിട്ടും പിന്നീടും നമ്മുടെ ചപ്പും ചവറകളും എത്രയെല്ലാം മലിനമാക്കാൻ കഴിയുന്നു ആ സ്ഥിതിയിലേക്ക് പോകും. അതുകൊണ്ട് ശുദ്ധാവസ്ഥ എന്നാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. പ്രകൃതിപരമായി എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ ദൈവം അതിനെ അനുഗ്രഹിച്ചിരിക്കുന്ന പ്രകൃതിദത്തമായ അതിൻ്റെ കർമ്മ പുരുഷാർത്ഥങ്ങൾ അത് സ്വീകരിക്കും. പക്ഷെ മനുഷ്യൻ മാത്രമാണ് തലകുത്തി നടക്കുന്നത്, കാലിൽ നടക്കുന്നത്. അപ്പോൾ തലകുത്തി നടക്കുന്ന ആരാണ്? കാലിലാണ് നടക്കുന്നത്, പക്ഷെ തലകുത്തിയാ മനുഷ്യൻ നടക്കുന്നത്. ശരിയെന്താണ് സുഹൃത്ത് ഞാൻ ഉപസംഹരിക്കുന്നത്? ധാരാളം ഇനിയും പ്രതികരിക്കാനും പങ്കെടുക്കാനും സർവഭാവങ്ങൾ ഇങ്ങനെ ഒരു രൂപം, ഒരു ചർച്ച വേദി അവസരോചിതമായി സംഘടിപ്പിച്ചതിന് സംഘാടകരോട് സർവഭാവങ്ങളും നന്ദിയും പ്രകടനവും ഞാൻ ഉപസംഹരിക്കുന്നു.